മലയാള ഭാഷ തൻ മാദക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൻ പുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. അമ്മച്ചി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എന്നതാ, വർഷത്തിൽ ഒന്നേ ഇത് കിട്ടുള്ളൂ. പക്ഷെ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും, വേറൊന്നുമല്ല, ചേനപ്പൂവും ചെറുപയറും കൂടെയുള്ള കറിയാണോ തോരനാണോ? തോരൻ. ചേനപ്പൂവും ചെറുപയറും കൂടെയുള്ള തോരനാണ്. അപ്പൊ ഈ ചേനപ്പൂവ് സീസണലായിട്ടുള്ളതാണ്, വർഷത്തിൽ ഒന്നേ കിട്ടുള്ളൂ, എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് ഈ രീതിയിലൊക്കെ കറി വെക്കാന്നുള്ള കുറെ പേർക്കൊക്കെ അറിയാം അല്ലേ? അറിയാം. അപ്പൊ എന്തായാലും അമ്മച്ചിയുടെ രീതിയിൽ അത് നമുക്കൊന്ന് കറി വെച്ച് നോക്കാം. അതെ, ഓക്കെ. ഇത് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? അതെ. ഒരു നല്ലൊരു വലിയൊരു ഫ്ലവർ ആയിട്ടിരിക്കും. അതെ. പക്ഷേ ഇതിന്റെ സമയം കഴിഞ്ഞു പോയി, ഇതിന്റെ അടുത്തൊന്നും ഡയലോഗത്ത് നിൽക്കണ്ട. പൂവായി കഴിഞ്ഞാൽ അത് ഉണ്ടായി കഴിഞ്ഞ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന ആ സമയത്ത് തന്നെ ഇത് പറിച്ചെടുക്കണം. ചിലപ്പോൾ ഇതൊരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ചേന പറിക്കാതിരുന്ന സ്ഥലത്താണ്. അതങ്ങനെയാണ്. ചേന പറിക്കാതെ ഇരിക്കുന്നിടത്തും ഉണ്ട്. പിന്നെ നമ്മളിതിന്റെ മുള കുത്താതെ നട്ടാലും അതും ഈ ചേന പൂവായിട്ട് വരും പിറ്റത്തെ വർഷം. അപ്പം അതുകൊണ്ട് എല്ലാവരും ചേനയുടെ മുള കുത്താതെയും ചേന പറിക്കാതെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ പൂ കിട്ടും, കറി വെക്കാം. അതെ, ഇതിന് നല്ലൊരു ഭംഗി അല്ലേ? ഇത്ര ഭംഗിയുള്ളൊരു പൂവാണ് അതെ, ഒന്ന് കറി വെക്കാൻ പോകുന്നത്. വേറെ ഏതെങ്കിലും പൂക്കൾ കറി വെക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ചേനയുടെ പൂ മാത്രമേ കറി വെക്കാൻ പറ്റൂ. പിന്നെ ചെമ്പരത്തിപ്പൂവൊക്കെ എന്താ ജ്യൂസ് അടിക്കലൊക്കെ ഉണ്ട്. എന്നാലും ഇത്രയും വലിയൊരു പൂവ് അതെ കറി വയ്ക്കാൻ ഇതാ കിട്ടുള്ളൂ. അപ്പം നമുക്കിതിൻ്റെ ഈ പുറത്തെ ഇതിൻ്റെ ഈ പോള അങ്ങോട്ട് എടുത്തു കളയണം. അപ്പൊ ഇതിന്റെ ഈ പോളയല്ല കറി വെക്കുന്നത്? അല്ല, പോളയല്ല കറി വെക്കുന്നത്. ഇതിന്റെ അകത്തെയാണ് പണ്ടാണ്. ഇത് ചുറ്റി ഒരെതളാണിത്, കണ്ടോ? പ്രകൃതി നമുക്ക് വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളല്ലേ? അതെ. അന്നേരം ഇത് സൃഷ്ടിച്ച ദൈവമോ? അതെ, ദൈവം ഇത്ര സൗന്ദര്യത്തോടെ ഇതിനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച ദൈവം എത്ര സൗന്ദര്യമുള്ളവനായിരിക്കും. അതും ദൈവത്തെ ആരും കണ്ടിട്ടില്ലല്ലോ. അന്നേരം ദൈവം ഈ രീതിയിലാണ് നമുക്ക് കറക്കി എടുക്കണം. ഒരൊറ്റ ഒരു ചുറ്റേ ഉള്ളൂ ഇത്. ഒരൊറ്റ ഇതളാണ്. ഇതാണ് ചേനപ്പൂവ്. ഉണ്ടോ? ഇതിന്റെ ഭംഗി കാണാം. അതാണ് നമ്മൾ ആ ഭാഗമാണ് നമ്മൾ കറി ഇതാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ഇതിപ്പോ നമ്മൾ തോരൻ വെക്കുന്നു, കറിയും വെക്കത്തില്ല ഇതുകൊണ്ട്. അങ്ങനെ അങ്ങനെയൊന്നും വെക്കത്തില്ല, തോരനേ കൊള്ളുള്ളൂ. തോരൻ വെച്ചാൽ കണ്ടിട്ടുള്ളൂ ഞാൻ, അല്ലാതെ ഇത് ചാറായിട്ടൊന്നും കറി ഇങ്ങനെ ചാറായിരിക്കും. പക്ഷെ കൂടുതലാരും വെക്കലില്ല. ഓ, അങ്ങനെ ഇല്ല. ഇത് സാധാരണ ഇത് തോരനാ പറയുന്നത്. പിന്നെ കണ്ടോ ഇതിന്റെ അകത്തെ ഭംഗിയുണ്ടോ? ഇത് കണ്ടോ? മനോഹരമായിട്ട് ഇതൊരു കണ്ടോ? ഇതൊരു ഏതെല്ലാം കണ്ടല്ലോ എൻ്റെ നടുവ്, ഇതിൻ്റെ ഞരമ്പുകളൊക്കെ നല്ലൊരു ഭംഗി. കൊത്തിയരിയണം. അരിഞ്ഞിട്ട് വേണം നമുക്കിത് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ചേനപ്പൂവ് നന്നായിട്ട് ചെറുതാക്കി അരിയണം അല്ലേ? ചെറുതായിട്ട് അരിയണം. ഇതുവരെ ചേനപ്പൂവ് കറി വെക്കാത്തവര് അത് കാണണം ശരിക്കും, എങ്ങനെയാണ് അത് അരിയുന്നതെന്നും. ശരിക്കും ഇതിൻ്റെ പൊങ്ങ് പോലുള്ളൊരു ഇതാണ് അതിൻ്റെ. കണ്ടോ?
ഇതിൻ്റെ ഉള്ളി ഇതാണ്. ആ ഇത് സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് ഉണ്ടോ? ഇത് സ്പോഞ്ച് മിഠായി പോലെ. അതെ. ഇത് നമുക്കിങ്ങനെ അരിഞ്ഞിട്ടേ എല്ലാം നല്ലപോലെ ഒന്നുകൂടെ എടുത്തിട്ട് തരിക. ആ അല്ലെങ്കിൽ ഇതിൻ്റെ ആകൃതി കണ്ടില്ലേ, വളഞ്ഞും പൊളഞ്ഞും ഞെളിഞ്ഞും ഒക്കെ അല്ലേ നിൽക്കുന്നത്. ആ നല്ല ലെവലാക്കണം. ലെവലാക്കി ഇതൊന്നുകൂടെ ഒന്നരിഞ്ഞ് ഒരുമാതിരി ഒന്ന് അരിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെറുതാക്കി എടുത്ത് അരിഞ്ഞാൽ മതി. ആ നമ്മൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലേ? അതെ, ചെറുതായിട്ട് അരിഞ്ഞു. ശരിക്കും കിടക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതെ. ഇത് ഇങ്ങനെയല്ല നമുക്കിത് അരിയാൻ പറ്റത്തില്ല, കാരണം ഇത് ഒടിഞ്ഞൊടിഞ്ഞു പോകുന്ന ഇത് കണ്ടോ. ഇത് നമുക്കൊരു വേറൊരു ഷേപ്പല്ലേ ഇതിന്. അത് കാരണം ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ മാത്രമേ അരിഞ്ഞെടുക്കാം. പിന്നെ ഇതും ചെറുപയറും കൂടെ ഒന്നിപ്പിച്ച്. അതെ അതെ, ചെറുപയർ നമ്മൾ ആദ്യമേ കടുക് പൊട്ടിച്ചേ. ഇനിയിപ്പം തേങ്ങ അരച്ചുകൊണ്ട് വരാം, അരപ്പരയ്ക്കാം. ചെറുപയർ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പ് അരച്ചുകൊണ്ട് വരാം. അരപ്പരയ്ക്ക് നമ്മുടെ സാധാ അരയ്ക്കുന്ന രീതിയിൽ തന്നെ അത്രേ ഉള്ളൂ. ഒന്ന് അതെ അതെ, തോരൻ അരയ്ക്കുന്ന രീതിയിൽ. തേങ്ങ, ഇതിന് വേണ്ടത് ഉള്ളി, വെളുത്തുള്ളി. അതെ, ഇത് കുറച്ച് വെളുത്തുള്ളി, കാന്താരി. അതെ, വെളുത്തുള്ളി 3 ഒരു 4-5 ചുവന്നുള്ളി, കുറച്ച് കാന്താരി, കറിവേപ്പില. ഉപ്പ് നമ്മൾ പിന്നെ ചേർക്കുന്നത്. ഉപ്പും മഞ്ഞളും അരച്ചു കൊണ്ടുവന്നിട്ട് ചേർക്കാം. ഓക്കെ. ഇതെല്ലാം കൂടെ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. അതില്ലേ, അതിൻ്റെ ഒരു കളറെല്ലാം. അതെ, ഇനി മഞ്ഞളും കൂടെ ചേർത്ത് ലേശം ഉപ്പും ചേർത്ത് നമുക്ക് വയ്ക്കാൻ നല്ല. ലേശം മഞ്ഞളും കൂടെ ഇട്ട് ഇനി നമുക്ക് ഞാൻ ചെറുപയറിനകത്ത് സ്വല്പം ഉപ്പ് ഒഴിച്ചാൽ അത് വേവിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇതിനുള്ള ഉപ്പ് നമുക്കിതിന് ചേർക്കാം. തേങ്ങയ്ക്കുള്ളത്. അതെ അതെ. ഇനി നമ്മൾ സാധാ പോലെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. സ്വല്പം എണ്ണ. ഈ ചേനപ്പൊക്കെ ആരോഗ്യത്തിന് നല്ല ഗുണമുള്ള സംഭവമായിരിക്കും. നല്ലതല്ലേ ചേന ഏതൊരു അസുഖക്കാർക്കും ചേന കഴിക്കാം. ഇത് വേഗം എളുപ്പത്തിൽ ദഹിക്കുന്ന ഒരു സാധനമാണ്. അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ചേനപ്പൂവും. ഇത് ഏത് അസുഖം ഉള്ളവർക്കും കഴിക്കാവുന്നതാണ്. നമുക്ക് 2 വറ്റൽമുളക് ഇതിലേക്ക് മുറിച്ചിടാം. ഇനി നമുക്ക് ഓരോതള കറിവേപ്പിലയും കൂടെ. കറിവേപ്പില ഞാൻ അരച്ചിട്ടുണ്ട്, നല്ലൊരു സ്വല്പമേ. അതെ അതെ, ഇത്തിരി കിടക്കുന്ന നല്ലതാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പയറിടാം.
ഇനി ഇതിലേക്കാണ് ചേനപ്പൂവ് ഇടേണ്ടത്. ചേനപ്പൂ ഇടേണ്ടത്. അപ്പോൾ ഈ പയറില്ലാണ്ട് ചേനപ്പൂവ് തന്നെ വെക്കുകയല്ലേ? ചേനപ്പൂ തന്നെ വെക്കാം. വെക്കാം. പക്ഷേ ഒരു ചെറുപയറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെറുപയറല്ല ഏത് പയറാണേലും ഉണ്ടെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്, ഒരു ടേസ്റ്റൊക്കെ അത് തന്നെ. അതെ അതെ. ഇത് ഉപ്പ് ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പയറിനകത്ത് ഉപ്പ് ഒഴിച്ചാണ് ഞാൻ വേവിച്ചത്. ഇത് ഈ അരപ്പിനുള്ള ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതും കൂടെ ഇതിനകത്തേക്ക് ഇടാം. അതിനും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇടാം. 3 ലെയറാണ്. 3 ലെയറാണ്. ചേനപ്പൂവ്, അരപ്പ്. അതെ. വെള്ളം ഒഴിക്കണ്ട വെച്ച് ഒരു ലേശം ഒഴിക്കാം. കാരണം ഇതിനൊക്കെ ചെറിയ വേവല്ലേ ഉള്ളൂ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ശരി, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ചെറുപയറിനകത്ത് വെള്ളം ഇല്ലായിരുന്നു, അങ്ങനെ കണക്കിനുള്ളൂ. ഈ ചെറുപയർ അധികം വെന്ത് പോകരുത്. വെന്ത് കുഴയാതെ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ ഒരു കുറച്ച് സമയം ഇരുന്ന് വേകണം. സ്വല്പം കുറച്ച് ഒരു 5 മിനിറ്റ് മതി. അത്ര മതി. കാരണം ഇതിനൊന്നും ജസ്റ്റ് ആവി കയറിയാൽ മതി. ഇത് വേകേണ്ട സാധനം പയറ് മാത്രമേ ഉള്ളൂ. മറ്റേത് ആവി തട്ടിയാ വേകുന്നതാണ്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. മലയാള ഭാഷ തന്മാദക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൻ പുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. ഷിനോയി, ഇത് വെന്തിട്ടുണ്ടല്ലോ. എല്ലാം വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. അമ്മച്ചിൻ്റെ മനോഹരമായ പാട്ട് വന്നോടുകൂടി അല്ല, നമ്മൾ മലയാളക്കരക്കാർക്കുള്ളതല്ലേ ചേനത്തണ്ടൊക്കെ. പൂവും ചേനയൊക്കെ മലയാളത്തിൽ ചുമ്മാ വെറുതെ ഒരു പാട്ട്, വെറുതെ ഒരു 4 വരി മൊളിന്നേ ഉള്ളൂ. പാട്ട് കേട്ട് കുറച്ച് ദിവസം ചെയ്തു. എങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ വെന്തിട്ടുണ്ടല്ലേ? വെന്തിട്ടുണ്ട്. എല്ലാം റെഡിയായി. നമ്മുടെ ചേനപ്പൂവ് റെഡിയായി. അങ്ങനെയുണ്ട്. കണ്ടിട്ടൊക്കെ നല്ല ഇതുണ്ട്. ഇനി നമുക്കൊന്ന്, പക്ഷെ ഇത് അറിയാത്തവർക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ചേനപ്പൂവാണെന്ന് മനസ്സിലാകുകയില്ല. ഇല്ല. കാരണം ഇതിന്റെയൊക്കെ ഒരു കളറേ ഏകദേശം പയറിന്റെ ഒരു കളറും അതൊക്കെ കൂടെ എടുത്ത് കാണിക്കുന്നില്ലല്ലോ. ടേസ്റ്റിലാണ് അതാണ് കാര്യം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആയിക്കോട്ടെ. എന്നാ തീ ഓഫാക്കാം. എന്നാ നമുക്കിതിൻ്റെ ഉപ്പും ടേസ്റ്റും ഒക്കെ ഒന്ന് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ അമ്മച്ചിയുടെ ചേനപ്പൂവും ചെറുപയറും കൂടെയുള്ള സ്പെഷ്യൽ കറി റെഡി ആയിട്ടുണ്ട് അല്ലേ? സ്പെഷ്യൽ തോരൻ. എപ്പോഴും കറി ചാറുകറി ഒന്നും ഉദ്ദേശിക്കണമെന്നില്ല. കറി എന്തും ആകാം. ചാറാണേലും തോരനാണേലും അത് കറിയാണ്. നമ്മുടെ തോരൻ കറി റെഡിയാണ്. അതെ, അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? അതെ. ഇത് അമ്മച്ചി ഇത് കാണുമ്പോൾ തന്നെ നല്ല ഇതിന്റെ സ്മെല്ലും എല്ലാം വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. വൈരൊക്കെ ഇട്ടേക്കാം അല്ലേ? ഗംഭീര രുചിയാണ്. ചെറുപയറിന്റെ ടേസ്റ്റ് മാത്രമല്ല, ചേനപ്പൂവും അതെ, ചേനപ്പൂവിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അല്ലേ? കാരണം നമ്മളൊക്കെ പറമ്പിൽ നിൽക്കുന്ന കാണുമ്പം മൈൻഡ് ചെയ്യാത്തൊരു സാധനം. അത് വേഗം കേടാകുന്ന കണ്ടിച്ച് കളയും. പൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഴിച്ചു മുടിക്കണം. ഭയങ്കര സ്മെല്ലാണ് തന്നെ. എനിക്ക് അത് ഉണ്ടായി വരുമ്പോൾ തന്നെ കണ്ടിച്ച് ആരും കറി വെക്കലില്ല. ധൈര്യമായിട്ട് ചേനപ്പൂ ഇതുവരെ കറി വെക്കാത്തവര് പറമ്പിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം പറിച്ച് കറി വെച്ചോളൂ. നല്ലൊരു സാധനമല്ലേ ഇത്? മാത്രമല്ല ഈ ഒരു സമയത്ത് ഇത് കിട്ടുള്ളൂ. കിട്ടുന്ന ഈ സമയത്ത് എല്ലാവരും മേടിച്ച് കറി പൂക്കാൻ തുടങ്ങിയിട്ട് 1 മാസം ഒന്നും അല്ല. അതെ, ഇവിടെ പലതുണ്ടോ, ഇതിലും വലുതൊക്കെ ഉണ്ടായി പോകും ഇത്. ഞാൻ പിന്നെ വല്ലവരൊക്കെ കൊടുക്കും കേട്ടോ. കറി വെക്കുന്നവരുണ്ട് ഇവിടെയൊക്കെ കുറെ പേര്. അടിപൊളി ആയിട്ടാണ്. സൂപ്പർ ആയിട്ടുണ്ട്. ചെറുപയറിന് പകരം വൻപയറായാലും കുഴപ്പമില്ല. പിന്നെ ഒരു ചേർച്ചയുണ്ടല്ലോ, ചേനത്തണ്ടും ചെറുപയറും, ചേനപ്പൂവും ചെറുപയറും, ചേനത്തണ്ടും ചെറുപയറും ഉണ്ട്. അതെ, പറയാനും കഴിക്കാനും
അപ്പം നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഓക്കെ ഓക്കെ, ബൈ. ബൈ.